aç hiç zor halledeceğim. Bak Selçuk köyüne doğru geliyor. തുർക്കിയിൽ വൻ കാട്ടുതീ പടരുന്നു. വടക്കു കിഴക്കൻ പ്രദേശമായ എക്സീർ പ്രവിശ്യയിലാണ് കാട്ടുതീ പടരുന്നത്. ഉയർന്ന താപനിലയും ഉഷ്ണതരംഗവും വീശിയടിക്കുന്ന കാറ്റും കാട്ടുതീ പടരാൻ കാരണമാകുന്നുവെന്ന് അധികൃതർ. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലേക്കും തീ പടരുന്നതായാണ് റിപ്പോർട്ട്. ബുധനാഴ്ച രാവിലെയുണ്ടായ കാട്ടുതീയിൽ 24 അഗ്നിശമന സേനാംഗങ്ങൾ കാട്ടുതീയിലകപ്പെട്ടപ്പോൾ തീ അണക്കാൻ ശ്രമിച്ച 5 വനപാലകരും 5 രക്ഷാപ്രവർത്തകരും മരിച്ചതായി തുർക്കിയ വനമന്ത്രി ഇബ്രാഹിം യുമാക്ലി പറഞ്ഞു. തീ അണക്കാൻ ശ്രമിക്കുന്നതിനിടെ കാറ്റിന്റെ ഗതിമാറ്റത്തിൽ തീ ഉയരുകയും 10ഓളം അഗ്നിശമന സേനാംഗങ്ങൾ അതിനുള്ളിൽ അകപ്പെട്ടു. അടിയന്തരമായി ആശുപത്രികൾ എത്തിച്ചെങ്കിലും തീപ്പൊള്ളലേറ്റ 10 സേനാംഗങ്ങൾ മരിച്ചു. ഇസ്തംബൂളിനും തലസ്ഥാനമായ അങ്കാറയ്ക്കുമിടയിൽ ഉയർന്ന താപനിലയും ശക്തമായ കാറ്റും മൂലം ഞായറാഴ്ച മുതൽ തുർക്കിയിൽ കൊടും ചൂട് അനുഭവപ്പെടുകയാണ്. വീടുകൾക്ക് ഭീഷണിയായതിനാൽ നിരവധി ഗ്രാമങ്ങളെ ഒഴിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കടുത്ത ചൂടും ശക്തമായ കാറ്റും തുടരാൻ സാധ്യതയുള്ളതായി മന്ത്രി അറിയിച്ചു. നമ്മളെയും നമ്മുടെ വനങ്ങളെയും സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച സഹോദരങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി തുർക്കിയ പ്രസിഡന്റ് എർദോഗൻ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. 2 വർഷം മുമ്പ് തുർക്കിയുടെ തെക്കു പടിഞ്ഞാറൻ പട്ടണമായ ഹദയ് അടക്കം തുർക്കിയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ഭൂമികുലുക്കമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് പുതുവഴികൾ തേടുമ്പോഴാണ് കാട്ടുതീയുടെ രൂപത്തിൽ രാജ്യം മറ്റൊരു പ്രകൃതി ദുരന്തത്തെ നേരിടുന്നത്. ജൂണിൽ ആരംഭിച്ച കടുത്ത വേനലിൽ രാജ്യം ഉരുകുകയാണ്. കാട്ടുതീയുടെ തുടക്കത്തിൽ 3 പേർ വെന്തുമരിക്കുകയും 50,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു.